ഷാരൂഖ് ഖാൻ രാജ്യവിരുദ്ധനാണ് എന്ന് ശിവസേനയും ബി.ജെ.പിയും ഒക്കെ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ സർ. അല്ല, ഒരു പുതിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ബംഗ്ലാദേശിലെ കാര്യം അറിയാം. ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഏറ്റവും അതിശക്തമായ നീചമായ നിലപാടെടുക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യക്കാരെ ഉപദ്രവിക്കുന്നു, ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നു. ഇന്നലെ തന്നെ ഖോഖൻ ചന്ദ്ര എന്ന് പറയുന്ന ഒരു ബംഗ്ലാദേശിലെ വ്യാപാരിയെ രാത്രി അയാൾ വരുന്ന വഴിക്ക് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ അയാളെ മാരകമായി പരിക്കേൽപ്പിച്ച് തലയിൽ പെട്രോൾ ഒഴിച്ച് തീ വെച്ചു. ഇയാൾ അടുത്തുള്ള കുളത്തിൽ ചാടിയതുകൊണ്ട് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രി കഴിയുകയാണ്. നിരന്തരം മനുഷ്യരെ കൊല്ലുന്ന ന്യൂനപക്ഷത്തിൽപ്പെട്ട ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അടങ്ങുന്ന ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളെ അതിനീചമായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യം. ഇന്ത്യയോട് നിരന്തരം ഏറ്റവും മോശമായി പെരുമാറുന്നു. നമ്മുടെ ചിക്കൻ നെക്ക് വെട്ടിമുറിച്ച് നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തു എന്നൊക്കെ പറയുന്നു. അവർക്ക് ഒത്താശ ചെയ്യുന്ന രാജ്യം. ആ രാജ്യത്തോട് ഇന്ത്യ ഗവൺമെൻറ് ഔദ്യോഗികമായി അകലം പാലിച്ച് നിൽക്കുമ്പോൾ ഷാരൂഖ് ഖാൻ അവിടെയുള്ള ഒരാൾക്ക് 9 കോടി രൂപ കൊടുത്തു എന്നതാണ് ഇപ്പോഴത്തെ ഒരു വിവാദത്തിന് കാരണം. ഷാരൂഖ് ഖാൻ ഈ പറയുന്ന ദേശവിരുദ്ധമായ നിലപാടുകൾ പണ്ട് എടുത്തിട്ടുണ്ട്. 2015 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ട് ശേഷം 2014 വന്നു. 2015 ആദ്യം ഷാരൂഖ് ഖാൻ ഒരു ടെലിവിഷൻ ചാനലിന് ഒരു അഭിമുഖം കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യ ഒട്ടും ജീവിക്കാൻ കൊള്ളാത്ത രാജ്യമാണ്, വേണമെങ്കിൽ പാകിസ്ഥാനിലൊക്കെ പോയാൽ കൊള്ളാം എന്ന തരത്തിൽ അസഹിഷ്ണുതയുടെ കേന്ദ്രമായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നൊരു പ്രസ്താവന ഇറക്കി. അത് വലിയ വിവാദമായി കൊള്ളക്കമായി ഷാരൂഖ് ഖാൻ്റെ സിനിമകൾ അപ്പം ദിൽവാല സിനിമയൊക്കെ ഇറങ്ങുന്ന സമയമാണ്. ഷാരൂഖ് ഖാൻ്റെ സിനിമകളുടെ ബഹിഷ്കരണത്തിലേക്ക് വന്നു, സിനിമകളൊക്കെ പൊട്ടി. അവസാനം ഷാരൂഖ് ഖാൻ വന്നിട്ട് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതല്ല, ഇന്ത്യ അസഹിഷ്ണുതയുള്ള രാജ്യമൊന്നുമില്ല, ഇന്ത്യ പോലെ സുന്ദരമായ ഒരു രാജ്യം വേറെ ഇല്ല എന്ന് പറഞ്ഞു. സമീപകാലം ഇത്തരം ചില പ്രസ്താവനകൾ ആമിർ ഖാനും നടത്തിയിട്ടുണ്ട്. ആമിർ ഖാൻ PK പോലെയുള്ള സിനിമകളുണ്ട്, കൊണ്ടാടപ്പെട്ട സിനിമയാണ് PK. പക്ഷേ PK പോലുള്ള സിനിമകളിൽ ആക്ഷേപിക്കുന്ന മുഴുവൻ ഹിന്ദു ദൈവങ്ങളെയാണ്. ഹിന്ദു ദൈവങ്ങളെ അതങ്ങനെയാണല്ലോ, ഹിന്ദു ദൈവങ്ങളെ ആർക്കും ആക്ഷേപിക്കാം. ഇന്നാണ് കേരള ലോട്ടറിയുടെ മറ്റേ നറുക്കെടുപ്പ്. ശിവലിംഗത്തിൽ ആർത്തവരക്തം വീഴുന്ന ചിത്രമുള്ള ലോട്ടറിയുടെ നറുക്കെടുപ്പ് എന്നാണ്. അതേ വിവാദം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം തന്നെ ബിനാലയിലുണ്ടായിരുന്ന നഗ്നയായ മാതാവിൻ്റെ ചിത്രം, അന്ത്യാത്താഴത്തിന് വരച്ചു വെച്ച ചിത്രം മതവികാരം കൊണ്ടുവരികയും അത് നിരോധിക്കുകയും ആ ഗാലറി പൂട്ടുകയും ചെയ്തു. പക്ഷേ ഇന്ന് ആ ലോട്ടറി നറുക്കെടുക്കും. കാരണം ഹിന്ദുവിനെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പുരോഗമനമാണ് എന്ന് കരുതുന്ന ഒരു മനോഭാവം നമ്മുടെ നാട്ടിലുണ്ട്. ഹിന്ദുക്കൾക്ക് ഈ രാജ്യത്ത് എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത രാജ്യമാണ്. ഹിന്ദുക്കൾ മുസ്ലിമുകളുടെ അടിമയായി ജീവിക്കുന്ന രാജ്യമാണ് ഹിന്ദു ഭൂരിപക്ഷമായ ഇന്ത്യ. അതാണ് സത്യം. അപ്പോൾ അവിടെ ഈ ഷാരൂഖ് ഖാൻ ആമിർ ഖാൻ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ആമിർ ഖാൻ നിലപാട് മാറ്റി പാകിസ്ഥാനിൽ പോടാ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ മറുപടിയും പറഞ്ഞു. പിന്നെ സമീപകാലത്ത് ഈ ആമിർ ഖാൻ ഒരു വലിയ വിവാദത്തിൽ പെടുകയും ചെയ്തു. ഈ കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ 2025 അവസാനത്തെ നവംബർ മാസത്തിലെ മറ്റോ ദോഹയിലൊരു പരിപാടി നടക്കുമ്പോൾ ജോയ് ഫോറത്തിൻ്റെ ഒരു സിനിമാ പ്രൊമോഷൻ പരിപാടിയിൽ 3 ഖാൻമാർ ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ ആമിർ ഖാൻ പറഞ്ഞു, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ തുടങ്ങിയ നാടുകളിലൊക്കെ വലിയ തോതിൽ സിനിമ കാണുന്നുണ്ടെന്ന്. ബലൂചിസ്ഥാൻ ഒരു രാജ്യമാണോ, ബലൂചിസ്ഥാനെ ഒരു രാജ്യമായി അംഗീകരിച്ചു എന്നും പറഞ്ഞ് ഈ സുഡാപ്പികൾ തന്നെ വന്നിട്ട് ആമിർ ഖാനെ പഞ്ചിക്കിട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ ഉണ്ടായി. പക്ഷേ ഇത് സിനിമ വിജയിച്ച് വരുമ്പോഴത്തേക്ക് അവർക്ക് ഹിന്ദുക്കൾ വന്ന് കണ്ടാലേ സിനിമ ഓടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഉള്ളിലുള്ള തനിനിറം പുറത്ത് വരുമെങ്കിലും അവരുടെ പടം പുറത്തിറങ്ങാൻ നേരത്ത് ഭയങ്കര ദേശീയവാദികൾ, രാജ്യസ്നേഹികൾ, ഹിന്ദു സ്നേഹികൾ നെറ്റിയിൽ കുറിയൊക്കെ തൊട്ട് നടക്കും. അങ്ങനെയുള്ള സിനിമകൾ ഇറക്കും. പക്ഷേ സൽമാൻ ഖാൻ കുറച്ചുകൂടെ ഭേദമാണ് കേട്ടോ. ഈ ഹിന്ദു വികാരങ്ങളെ ഒന്നും വ്രണപ്പെടുത്താൻ സൽമാൻ ഖാൻ അങ്ങനെ നിൽക്കാറില്ല. ആകെ ഉള്ളത് കൃഷ്ണമൃഗത്തിനെ വേട്ടയാടി എന്നതിൻ്റെ പേരിലാണ്. അതുകൊണ്ടിപ്പോൾ ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും സ്വൈര്യമായിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. എപ്പോഴാണ് ബിഷ്ണോയ് ഗാങ് വന്ന് തട്ടുക എന്നറിയത്തില്ല. അത്ര വലിയ സുരക്ഷയിലാണ് ഇപ്പം സൽമാൻ ഖാൻ കഴിയുന്നത്. ഷാരൂഖ് ഖാൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ കളി നടക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഷാരൂഖ് ഖാൻ ഒരു ടീമുണ്ടല്ലോ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഷാരൂഖ് ഖാൻ്റെയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് KKR അവർ ഒരു ലേലത്തിൽ ഒരു കളിക്കാരനെ പിടിച്ചു. ഈ കളിക്കാരൻ ബംഗ്ലാദേശിയാണ്. അയാളുടെ പേര് മസ്താഫിസുർ റഹ്മാൻ. ഫാസ്റ്റ് ബൗളറായ ഇയാളെ ബംഗ്ലാദേശിൽ നിന്ന് സെലക്ട് ചെയ്തു 9 കോടി രൂപ കൊടുത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള എല്ലാ ബന്ധവും വഷളായിരിക്കുന്നു. അവർ നമ്മുടെ ഹൈക്കമ്മീഷൻ ഓഫീസുകൾ ആക്രമിക്കുന്നു, അതിനു മുന്നിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു, ജീവനക്കാരെ ആക്രമിക്കാൻ നടക്കുന്നു. അങ്ങനെ ഗുരുതരമായി 2 രാജ്യങ്ങളും തമ്മിലുള്ള റിലേഷൻ അങ്ങ് തകർന്ന് തരിപ്പണമായിരിക്കുമ്പോൾ ഒരു ബംഗ്ലാദേശിയെ തന്നെ ഷാരൂഖ് ഖാന് ഇത്രയും വലിയ തുക കൊടുത്തു കൊണ്ടുവരാമായിരുന്നു എന്നതാണ് ചോദ്യം. ഇതിപ്പോൾ BJP നേതാവ് സംഗീത് സോം എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇന്ത്യ രാജ്യദ്രോഹപരമായ നിലപാടാണ്, നമ്മുടെ രാജ്യത്തിനെതിരായ നിലപാടെടുക്കുന്ന ഒരു രാജ്യത്തെ സഹായിക്കുന്നു. ഈ കാശ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ കാശ് ശരിക്കും ബംഗ്ലാദേശികളുടെ കയ്യിലെത്തുകയാണ്. ഇവരൊക്കെ ഈ സക്കാത്ത് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഒരു വിഹിതം
എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ മതത്തിന് കൊടുക്കുന്നുണ്ട്. ആ കിട്ടുന്ന പണം കൂടി ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യക്കാരെയും ഹിന്ദുക്കളെയും ആക്രമിക്കാനുള്ള ശ്രമം ബംഗ്ലാദേശിൽ നടക്കുന്നത്. അപ്പോൾ ശരിക്കും ഷാരൂഖ് ഖാൻ കൊടുത്ത 9 കോടിയിൽ ഒരു നല്ല ശതമാനം പാകിസ്ഥാനിലെ ഈ ജമാഅത്തെ ഇസ്ലാമി ഭീകരന്മാരുടെ കൈ ചെല്ലും. അപ്പോൾ ഹിന്ദുക്കളെ, ഇന്ത്യക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ പണം ഉപയോഗിക്കും. അതുകൊണ്ട് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ റഹ്മാൻ എങ്ങാനും ഇന്ത്യ കളിക്കാൻ വന്ന എയർപോർട്ടിന് പുറത്തിറങ്ങത്തില്ല എന്ന് സോം പറഞ്ഞു. സോം പറഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കേണ്ട BJP പറഞ്ഞാൽ ഉടനെ അതിനെതിരെ പ്രതിപക്ഷം വരേണ്ടതാണ്. പ്രതിപക്ഷം വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം പരസ്യമായി BJPക്ക് പിന്തുണയായിട്ട് വന്നിട്ട് പറഞ്ഞു, ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഇയാൾ ടീമിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ വിവരം അറിയും. ഇയാളെ ടീമിൽ നിന്ന് മാറ്റിയാൽ ഞങ്ങൾ ഷാരൂഖ് ഖാനെ ബഹുമാനിക്കും. ഇല്ലെങ്കിൽ ഷാരൂഖ് ഖാനോടുള്ള എല്ലാ ബഹുമാനവും ഞങ്ങൾ മാറ്റി വെക്കാൻ പോവാണ്. കാരണം ഇയാളും ഷാരൂഖ് ഖാൻ്റെ ടീമിൽ കളിച്ച് പണം ഉണ്ടാക്കിയാൽ ആ പണം ഇന്ത്യക്കാരെ, ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി ബംഗ്ലാദേശിൽ ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് ഭീകരന്മാർക്ക് ഗുണം ചെയ്യുന്നൊരു പരിപാടിയാണ് ഷാരൂഖ് ഖാൻ ചെയ്തിരിക്കുന്നതെന്ന് ശിവസേന, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പതിവ് പോലെ കോൺഗ്രസ് അതിനെ സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നു. താരിഖ് അൻവറൊക്കെ അത് ഒരു മുസ്ലിം കളിച്ചാൽ എന്താ, കളിയല്ലേ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. പിന്നെ ഓൾ ഇന്ത്യ മുസ്ലിം ജമായത്തിൻ്റെ പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റാസ്വി ബൽറേവി വലിയ പ്രതിഷേധം. ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. മുസ്ലിം ആയതുകൊണ്ടാണ് അവിടെ പാവപ്പെട്ട ഹിന്ദുവിനെ പച്ചയ്ക്ക് കെട്ടി തൂക്കി ചുട്ടുകൊല്ലുന്നത്. മുസ്ലിം ആയതുകൊണ്ടാണ്. അവൻ മുസ്ലിമാണ്, മറ്റവൻ കൊല്ലപ്പെടുന്നവൻ ഖാഫർ ആയതുകൊണ്ടാണ്. മുസ്ലിം ആയതുകൊണ്ടാണ് ബംഗ്ലാദേശിൽ മുസ്ലിങ്ങൾ ഈ കലാപം കണ്ടത്, മതഭീകരന്മാർ ഈ കലാപം നടന്നത്. അവർ മുസ്ലിം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ഈ കാഫിറിനെ കൊല്ലുന്നത്. അതുകൊണ്ട് ഇന്ത്യക്കാരൻ്റെ കാശ് കൊണ്ട് ജീവിക്കുന്നവനാണ് ഷാരൂഖ് ഖാൻ, അല്ലേ? ഇവിടെ കൂലിപ്പണിക്കാരനും ഓട്ടോ ഓടിക്കുന്നവനും തെരുവ് വേശ്യകളും വരെ സിനിമ കാണുന്നുണ്ട്. അവരുടെ വിയർപ്പ് പറ്റിയ പണം കൊണ്ട് തിയേറ്ററിൽ കൊടുക്കുന്നതുകൊണ്ടാണ് ഷാരൂഖ് ഖാൻമാർ ഉണ്ടാവുന്നത്. അപ്പോൾ ഭാരതീയൻ്റെ അധ്വാനം, വിദേശത്തൊക്കെ നിങ്ങളുടെ സിനിമ പോയി കളക്ട് ചെയ്തുകൊണ്ടായിരിക്കാം, പക്ഷേ വിദേശത്തല്ല. സോൾജിയർ എന്ന് പറയുന്ന സീരീസിലെ മറ്റോ അഭിനയിച്ച് സിനിമാ രംഗത്തേക്ക് വന്ന ആളാണ് ഷാരൂഖ് ഖാൻ. ഒരു ടെലിവിഷൻ പരമ്പരയിൽ അഭിനയിച്ച് പിന്നീട് അതിലൂടെ ഹോളിവുഡിലേക്ക് വന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന നടനായി മാറി. ഇന്ത്യക്കാരൻ്റെ സൃഷ്ടിയാണ് ഷാരൂഖ് ഖാൻ. അപ്പോൾ ഇന്ത്യക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കൂടെ നിൽക്കാൻ, ആ രാജ്യത്തെ കളിക്കാരനെ കൊണ്ടുവന്ന് അവന് പണമുണ്ടാക്കി കൊടുത്ത് അവൻ ആ പണത്തിൻ്റെ ഒരു വിഹിതം നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുത്ത് ആ പണം കൊണ്ട് ഹിന്ദുക്കളെ കൊല്ലുന്ന ഒരു പ്രക്രിയയ്ക്ക് ഷാരൂഖ് ഖാൻ നിന്നത് ശരിക്കും രാജ്യദ്രോഹം തന്നെയാണ്. രാജ്യദ്രോഹികളെന്ന് അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ഷാരൂഖ് ഖാൻ്റെ ഉള്ളിലുള്ള ഈ ദീനിയുടെ സ്വഭാവം ഉണ്ടല്ലോ, മതസ്നേഹം പൊട്ടി മുളച്ചു വരും. കാരണം പണം മതി, ഇയാൾക്ക് പണം മതി. അല്ലെങ്കിൽ ഇത്രയും ഭീകരമായ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻസ് സ്പോയിലായിരിക്കുന്ന സമയത്ത് ഈ സംഭവം വാർത്ത പുറത്തു വരുന്ന ദിവസവും ഒരു ഹിന്ദു കച്ചവടക്കാരനെ അയാൾ തലേദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, കടയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് അയാളെ കുറച്ച് പേര് ആക്രമിച്ച ആളുകളെ ഇയാൾക്ക് പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇയാൾ പരാതിപ്പെടുമോ എന്ന് ഭയന്നിട്ടാണ് അത്ര യുവന്മാർ ഇയാൾ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ പിടിച്ചിറക്കി വെട്ടുകയും കുത്തുകയും ചെയ്തിട്ട് തലയിൽ പെട്രോൾ ഒഴിക്കുക. എന്തിനാ തലയിൽ പെട്രോൾ ഒഴിക്കുക? അവൻ ജീവിക്കില്ല എന്ന് ഉറപ്പാവണം. അതിനുവേണ്ടി തലയിൽ പെട്രോൾ ഒഴിച്ചപ്പോൾ തീ പിടിച്ച ഈ മനുഷ്യൻ ഒരു പോണ്ടിൽ ചാടിയാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ അത്ര ഭീകരമായ ആക്രമണം ഹിന്ദുക്കൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കളിക്കാരനെ ബംഗ്ലാദേശിയെ കൊണ്ടുവന്ന് 9 കോടി ഷാരൂഖ് ഖാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഷാരൂഖ് ഖാൻ എത്ര കോടിയുടെ ലാഭം ഉണ്ടാവും? അപ്പം ബംഗ്ലാദേശിയെ വെച്ചാണെങ്കിലും എനിക്ക് ലാഭം ഉണ്ടാക്കുന്ന നീചമായ മനസ്സുള്ള ഒരാളെ രാജ്യദ്രോഹി എന്ന് ആരെങ്കിലും വിളിച്ചാൽ ഒരു കുഴപ്പമില്ല, അത് ന്യായമാണെന്ന് വിചാരിക്കുന്ന ആളാണ്. ഏതായാലും ഷാരൂഖ് ഖാനെ പോലെ നമ്മുടെ ഇന്ത്യക്കാരുടെ ചെലവിൽ വളർന്നും വലുതായി ലോകം മുഴുവൻ അറിയപ്പെടുന്ന താരങ്ങൾ രാജ്യത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ ഉപദ്രവിക്കുന്ന ഒരു രാജ്യത്തിനൊപ്പം ചേർന്ന് നിൽക്കാൻ തോന്നുന്നു എന്നത് അങ്ങേയറ്റം ലജ്ജാകരമായ ഒരു നടപടിയാണ്. കാരണം ഈ ബോളിവുഡ് സിനിമ എന്ന് പറയുന്നത് എക്കാലത്തും ഹിന്ദു വിരുദ്ധതയുടെ ഒരു കേന്ദ്രമായിരുന്നു. കാരണം ഒരുപാട് കാലം നമ്മൾ കേട്ടിട്ടില്ലേ, ഡി കമ്പനി, ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആളുകളായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സമീപകാലത്താണ് ബോളിവുഡ് സിനിമ ഈ മുസ്ലിം ഭൂരിപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് മാറിയിട്ട് ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കുകയും ദേശീയ പക്ഷത്തുള്ള സിനിമകൾ ഇറക്കുകയും. ഇപ്പോൾ സമീപകാലത്ത് നോക്കുക, കഴിഞ്ഞ 5-10 വർഷത്തിനിടയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഹിന്ദു തീമുള്ള സിനിമകൾ വരുന്നത്. അതിനു മുമ്പൊക്കെ എന്തായിരുന്നു? എല്ലാം കുറേ ആക്ഷൻ സിനിമകൾ, കുറേ പ്രേമം, മരം ചുറ്റി പ്രേമം. ഇതല്ലാണ്ട് സിനിമകൾക്ക് ഭാരതവുമായി ബന്ധപ്പെട്ട്, ഭാരതത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാവുന്നത് കഴിഞ്ഞ കാലത്താണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ചിലപ്പം ഷാരൂഖ് ഖാനേക്കാളൊക്കെ മുന്നിൽ മറ്റ് നടന്മാർ വന്നിട്ടുണ്ടാകുക, അവർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാകുക. അത് കാരണം ഇവരെടുത്തിട്ടുള്ള നിലപാടുകളാണ്. ഷാരൂഖ് ഖാൻ ഇപ്പോൾ 60 വയസ്സായി. 60 വയസ്സുള്ള ഷാരൂഖ് ഖാൻ ഇന്ത്യൻ
ദേശീയത, ഇന്ത്യൻ ഐക്യം, ഇന്ത്യൻ സൈന്യം, ഇന്ത്യക്കാരുടെ ഒരു ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടി എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മിക്കവാറും നമുക്ക് ഒരു 0-ത്തിനടുത്തായിരിക്കും പറയേണ്ടി വരുന്നത്. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. വലിയൊരു കോൺട്രിബ്യൂഷൻ ആ രംഗത്തൊന്നുമില്ല. ഏതായാലും വളരെ അപലപനീയമാണ് ഇത്രയും വലിയ സംഘർഷം ഇന്ത്യയും ബംഗ്ലാദേശും കൂടെ നിലനിൽക്കുമ്പോൾ ഓരോ ദിവസവും ഹിന്ദുക്കളെ അതിഭീകരമായി കൊല്ലുകയും ഉപദ്രവിക്കുകയും ബലാത്സംഗം ചെയ്യുകയും അവരുടെ കൃഷി നശിപ്പിക്കുകയും അവരുടെ ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് തന്നെ ഒരാളെ കോടികൾ 9 കോടി രൂപ മുടക്കി ഇന്ത്യയിൽ കൊണ്ട് കളിപ്പിക്കാൻ ഷാരൂഖ് ഖാനെ തീരുമാനിച്ചത് ധാർഷ്ട്യമാണ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. BJPയും ശിവസേനയും പറയുന്ന പോലെ അതിനകത്ത് ഒരു രാജ്യവിരുദ്ധതയുടെ ഒരു എലമെൻറ്റും കൂടിയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.